أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. الحمد لله الذي بنعمته تتم الصالحات. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا والسامعين. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ സൂറത്തുൽ അഹ്സാബ് എന്ന അധ്യായം അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ ഓരോ സൂറത്തും ഇങ്ങനെ ഓതി വായിച്ച് മനസ്സിലാക്കി പോകുമ്പോഴാണ് ആ സൂറത്ത് എത്രമാത്രം ഗൗരവമേറിയതും സുന്ദരവും അത്ഭുതം നിറയുന്നതുമാണെന്ന് മനസ്സിലായത്. സൂറത്തുൽ അഹ്സാബിന് മുമ്പ് ഒരുപാട് സൂറത്തുകളുടെ വിശദീകരണങ്ങൾ ഒരുപക്ഷെ നമ്മൾ വായിച്ചു പോയിട്ടുണ്ടാകാം. എന്നാൽ സൂറത്തുൽ അഹ്സാബ് അത് വിശദീകരിക്കാൻ തുടങ്ങിയത് മുതൽ, അതിലോരോ ആയത്തുകൾ പഠിക്കാൻ തുടങ്ങിയത് മുതൽ മറ്റുള്ള സൂറത്തുകളെക്കാൾ കൂടുതലൊരു ഇഷ്ടവും ഒരു അടുപ്പവും സൂറത്തുൽ അഹ്സാബിനോട് തോന്നി. ഇനി നമ്മളൊരു പുതിയ സൂറത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ഒരു സൂറത്തിലോട് കൂടുതലൊരു അടുപ്പവും സ്നേഹവും തോന്നും. അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. ഖുർആൻ്റെ ഒരു മുഅ്ജിസത്ത് അങ്ങനെയാണ്. ഖുർആൻ്റെ ഒരു സവിശേഷത കൂടുതൽ നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഓരോ സംസാരവും. സൂറത്തുൽ അഹ്സാബിൽ 73 ആയത്തുകളായിരുന്നു. അതിൽ 73ാമത്തെ ആയത്തും ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? പാരായണം ചെയ്തു. ഇന്ന് ഏകദേശം ഒരു 4 ആയത്തുകളെ 5 ആയത്തിനെ ഇന്ന് നമ്മൾ പറഞ്ഞുവെങ്കിലും വളരെ ഹ്രസ്വമായി അതിനെ വിശദീകരിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിൻ്റെ പ്രത്യേകത യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അള്ളാഹു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സംരക്ഷണവും നബിക്ക് നൽകുന്ന ഒരുപാട് വലിയ റബ്ബിൽ നിന്നുള്ള പരിഗണനയുമായിരുന്നു ഇതിൻ്റെ ഒരു ഇതിവൃതം. ഈ ഒരു സൂറത്തിൽ മുഴുവൻ അള്ളാഹു പ്രതിപാദിച്ചു പോകുന്നത് നബിയെയും നബി കുടുംബത്തെയും സംബന്ധിച്ചൊക്കെ ആയിരുന്നു. നമ്മളത് മനസ്സിലാക്കി. ഇവിടെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, അള്ളാഹുൽ വിശ്വസിക്കുന്ന, പരലോകത്ത് വിശ്വസിക്കുന്ന, മലക്കുകളിലുമൊക്കെ ഈമാൻ വെച്ച് പുലർത്തുന്ന മുഅ്മിനീങ്ങളെയാണ് അള്ളാഹു വിളിക്കുന്നത്. ലാ തകൂനു, നിങ്ങളായി തീരരുത്, കല്ലദീന ആദൗ മൂസയെ ഉപദ്രവിച്ച ആളുകളെപ്പോലെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുന്ന, നബിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, നബിക്ക് ശേഷം കടന്നു വരാനിരിക്കുന്ന ജനതയോട് അള്ളാഹു പറയുന്ന സംസാരമാണ്. പ്രത്യേകിച്ച് ആരോട്? മുഅ്മിനീങ്ങളോട്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരെ ദ്രോഹിക്കരുത്? റബിയെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദ്രോഹിക്കരുത്. നിങ്ങളൊരിക്കലും ആരെപ്പോലെ ആവരുതെന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ജനങ്ങൾ ഉപദ്രവിച്ചതുപോലെ നിങ്ങളായിത്തീരരുത് എന്ന് പറയുമ്പോൾ നമ്മളോട് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താ? നബിയെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളൊരർത്ഥം. മൂസാ നബീനെ എന്താ അവർ ഉപദ്രവിച്ചത്? അതാരാണ് മൂസാ നബിയെ ഉപദ്രവിച്ചവർ? സൂറത്തുൽ ഖസസിൽ അള്ളാഹു സവിസ്തരം പറഞ്ഞു മൂസാ നബിയുടെ ചരിത്രം. ഫിർഔനും കൂട്ടരും മാത്രമാണോ മൂസാ നബിയെ ഉപദ്രവിച്ചത്? മൂസാ നബീൻ്റെ ഒപ്പമുള്ള ഇസ്രായേൽ സന്തതികൾ മൂസാ നബിയെ ഉപദ്രവിച്ചില്ലേ? ഇസ്രായേൽ സന്തതികളെ രക്ഷിക്കാനാണ്, ബനു ഇസ്രായേലിനെ രക്ഷിക്കാനും കൂടിയാണ് മൂസാ നബി വന്നത്. ഫാർസിൽ മഅന ബനി ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ സന്തതികൾ മൂസയിൽ വിശ്വസിച്ച് മൂസാ നബിയുടെ ഒപ്പം നിന്നിട്ട്
പലപ്പോഴും മൂസാ നബിയെ കുറ്റപ്പെടുത്തിയിട്ടും മൂസാ നബിയെ പരിഹസിച്ചും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കടന്നു പോയിരുന്നു. ലോകത്ത് ഒരുപാട് ഫസാദുകൾ അല്ലേ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് മൂസാ നബിൻ്റെ ചരിത്രത്തിൽ ഇവർ ഉപദ്രവിച്ച ഉപദ്രവങ്ങൾ എങ്ങനെയെന്ന് അറിയാം, പല രീതിയിലാണ്. ഒന്ന്, ഇവർ ഒപ്പം രക്ഷപ്പെട്ടവരാ, ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരുന്നു ഇസ്രായേൽ സന്തതികൾ മൂസാ നബിയോടൊപ്പം. കടലിൽ പിളർന്ന് കടന്നു വന്നതൊക്കെ അവൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ വന്നിട്ട് അള്ളാഹു കുറേ അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തപ്പോഴും ധിക്കാരപൂർവ്വമായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, പെരുമാറിയിരുന്നത്. അതിലൊന്നാണ് മറ്റേ എന്താണ്, അള്ളാഹു കുറേ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത സമയത്ത് അവരോട് പറഞ്ഞു, ഒരു ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു ഘട്ടം ഉണ്ടായിരുന്നു ഇസ്രായേൽ സന്തതികളോട്. മൂസാ നബിൻ്റെ ഒപ്പം പോയി നിങ്ങൾ എന്ത് ചെയ്യണം, യുദ്ധം ചെയ്യണം. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്, മൂസാ നബിൻ്റെ ഒപ്പമുള്ള ആൾക്കാർ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാത്തില, അല്ലേ നീ നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരുന്നോളാം. അപ്പം ഹുന ഖാഇദൂൻ, ഞങ്ങളിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയി യുദ്ധം ചെയ്തോൾ. ഇതൊരു ധിക്കാരാണ്. അത് മാത്രമാണ് അല്ല, മഞ്ഞ് സെൽവി അള്ളാഹ് ഇറക്കി കൊടുത്തു അല്ലേ, വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വശൽവ. ഈ ഇസ്രായേൽ സന്തതിക്ക് അള്ളാഹ് ഇറക്കി കൊടുത്തതാണ്. അപ്പോൾ അവർക്കത് പോരാ. ഒരു പറയുന്നത് ലൻ നസ്ബിർ അലാ തുആമിൻ വാഹിദീൻ, അല്ല ഞങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം ഇതിനോട് വലിയ ക്ഷമ തോന്നുന്നില്ല, ഞങ്ങൾക്ക് ഈ മഞ്ഞും സെൽവിയും വേണ്ട. ഫദഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർളു മിൻ ബഖ്ലിഹാ വഖിസാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. അല്ലേ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി എന്ത് വേണം, വല്ല ചീര അല്ലെങ്കിൽ അല്ലേ മറ്റേ എന്താണ് വല്ല ഉള്ളിയോ, ഇനി അതല്ലെങ്കിൽ എന്താണ് പരിപ്പോ, ഇങ്ങനത്തെ സംഗതികൾ മതി എന്ന് പറഞ്ഞ് ധിക്കാരപൂർവ്വം എന്ത് ചെയ്തു, മൂസയെ അവഹേളിച്ചവരാണ്. മൂസാ നബിൻ്റെ ഒപ്പമുള്ള മറ്റുള്ള ഏതായാലും ഉപദ്രവിച്ചു, ആര് കിബിത്തികളെ ഒരുപാട് ഉപദ്രവിച്ചു മൂസാ നബിയെ, ഫിറൗന് സംഘവും ഒരുപാട് ഉപദ്രവിച്ചു, ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി ഒക്കെ ചെയ്തു. പക്ഷേ ഇതൊപ്പമുള്ളവർ കാണിച്ച ഉപദ്രവങ്ങളാണ്. അതാണ് നിങ്ങൾ അതേപോലെ ആവരുത്. ലാ തെക്കൂൻ, ഇന്നും ആ പാരമ്പര്യം, അത് മരണം വരാ സന്തതികളിൽ ഇല്ലേ ഫസാദ് ഉണ്ടാവില്ല. പക്ഷേ ഇനി അത് മാത്രമല്ല, വേറെയും കുറേയല്ലേ. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഉപദ്രവങ്ങളായിരുന്നെങ്കിൽ വേറൊരു ഉപദ്രവം ഉണ്ട് മൂസാ നബിന്. ഇപ്പോൾ ഇവിടെ റബ്ബ് പറഞ്ഞു ഫബറഅഹുല്ലാഹ്, അള്ളാഹു മോചിപ്പിച്ചു. ബറ എന്ന് പറഞ്ഞാൽ രക്ഷ നൽകി മൂസാ നബിക്ക്. ഇവരിങ്ങനെയൊക്കെ പരിഹസിച്ചപ്പോഴും ഇവരിങ്ങനെയൊക്കെ മൂസാ നബിയെ ഉപദ്രവിച്ചപ്പോഴും ആര് മൂസാ നബിക്ക് ബറാഅത്ത് നൽകി? അള്ളാഹു നൽകി. ഇതേപോലെ ഇനി ജനങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറ്റപ്പെടുത്തിയാലും നബിക്ക് അതുണ്ടാവില്ല, നബി അത് ബാധിക്കുന്നതല്ല. കാരണം എന്താ, അള്ളാഹു രക്ഷിക്കും. ഇന്ന മറ്റേ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ടല്ലോ, ഞാൻ മുസ്തഹ്സീങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം പറഞ്ഞതാണ്. പക്ഷേ വിശ്വാസികളുടെ ഒരു പ്രത്യേകത, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നബിയെ ഉപദ്രവിക്കാൻ പാടില്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. മൂസാ നബിയെ അള്ളാഹു സംരക്ഷിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ മൂസാ നബിനെ പറ്റി ഇവർ പറഞ്ഞൊരു അപവാദമായിരുന്നു. ഭയങ്കര ലജ്ജുള്ള ആളായിരുന്നു മൂസാ നബി, ഭയങ്കര ലജ്ജയും നാണയമുള്ള ആളാണ്. നല്ല നാണം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഔറത്തൊക്കെ കാണുക എന്ന് പറയുന്ന വിഷയത്തിൽ മൂസാ നബിക്ക് ഭയങ്കര നാണാൻ. മൂസാ നബി ഒരിക്കലും എന്ത് ചെയ്യാറുന്നില്ല, ഔറത്ത് കാണിച്ച് നടക്കാറുണ്ടായിരുന്നില്ല. ഔറത്ത് കാണിക്കാൻ നമ്മൾ പറയാം മുട്ടുമക്കളിനിടയിലുള്ളത് പലപ്പോഴും മറച്ചിറക്കേണ്ടതാണ്. പക്ഷേ ആ വിഷയത്തിൽ ഭയങ്കര കണിശത വെച്ച് പുലർത്തുന്ന ആളായിരുന്നു മൂസാ നബി എന്ന്. അപ്പോൾ ഈ കണിശത കാണുമ്പോൾ ഇവർ പറയണം മൂസാ നബിക്ക് പാണ്ടുണ്ട്, വെള്ളപ്പാണ്ടുണ്ട്, അതാണ് അതിങ്ങനെ പൊത്തിപ്പിടിച്ച് നടക്കുന്നത് എന്ന് പോലും ഇവരെന്ത് ചെയ്തു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി പറഞ്ഞു. സൊഹീൽ ബുഖാരി സൊഹീൽ മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ദീർഘമായൊരു ഹദീസിൻ്റെ ഭാഗത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അള്ളാഹു അവിടെ മൂസാ നബിക്ക് അതൊന്നും ഇല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയ ഒരു നിമിഷമുണ്ടായിരുന്നു. മൂസാ നബി കുളിക്കാൻ പോകുന്ന ഒരു രഹസ്യമായി കുളിക്കുന്ന ഒരു ഘട്ടത്തിൽ വസ്ത്രം അയച്ചു വെച്ചപ്പോൾ അവർ കാണാനിടയായി മൂസയുടെ ശരീരം ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അത്തരം വലിയ വിശുദ്ധിയെ സംബന്ധിച്ച് അള്ളാഹ് എന്ത് ചെയ്തു, ഇസ്രായേൽ സന്തതികൾക്ക് കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു പരത്തിയതാണ്. ഇങ്ങനെ കുറേ ഉപദ്രവങ്ങൾ ആർക്ക് ഏറ്റിട്ടുണ്ട്, മൂസാ നബിക്ക് സ്വന്തം ജനതയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മക്കയിലും മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റപ്പെടുത്തി നബിയെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലേ, വിശ്വാസികൾ എന്ന നിലക്ക്, സത്യവിശ്വാസികൾ എന്ന നിലക്ക് നിങ്ങളൊരിക്കലും മൂസയെ ഉപദ്രവിച്ചവരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആവരുത് എന്ന് പറഞ്ഞു. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞും ചെയ്ത്. നബിനെ ഓരോരുത്തരും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, നബിനെ പല രീതിയിൽ കുറ്റപ്പെടുത്തിയല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. റസൂലുള്ളാഹി പറയാണ്, റഹ്മത്തുല്ലാഹി അലാ മൂസ, മൂസൻ്റെ മേൽ അള്ളാഹു കരുണ ചെയ്യട്ടെ. കാരണം എന്താണ്, അത്രമാത്രം ഉപദ്രവങ്ങൾ മൂസയോട് ജനത എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഒന്നും കിട്ടിയില്ലല്ലോ. ഫസബറ, ഇതിലേറെ കിട്ടിയപ്പോൾ എന്താ ചെയ്തത്, മൂസാ നബി ക്ഷമിച്ചു. എനിക്ക് അത്ര കിട്ടിയിട്ടില്ലല്ലോ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു റസൂലുള്ളാഹി. ഈ ആയത്ത് റസൂലുള്ളാഹി അത് ഓതി കൊടുക്കുകയും ചെയ്തു. അടയാളെ അവൻ ഇനി ഇത് നമ്മളെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പിയാക്കളെയും അള്ളാഹുവിനെയും ഒക്കെ പഴിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ജനത സമൂഹത്തിൽ വളരുമ്പോൾ നമ്മളെ ആര് ഇസ്ലാമിൻ്റെ പേരിൽ ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും എന്തു വേണ്ട, അതിലൊരു പ്രയാസം വേണ്ട.
ക്ഷമിക്കുന്നിടത്തോളം അള്ളാഹു നമുക്ക് എന്ത് നൽകും? സുരക്ഷിതത്വവും ഇസ്സത്തും വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. അത് നമ്മുടെ ഇസ്ലാമിക വേഷമായാലും ഇസ്ലാമിക സംസ്കാരങ്ങളായാലും ഇസ്ലാമിക സ്വഭാവങ്ങളായാലും ഇസ്ലാമിക ആരാധനകളുമായുള്ള നമ്മുടെ സമീപനങ്ങളിലെ സൂക്ഷ്മതകളായാലും അള്ളാഹു നമുക്ക് നൽകുന്നത് ഇസ്സത്താണ് എന്ന് അള്ളാഹുവോട് എന്ത് ചെയ്യണം? നമ്മൾ ഓർമ്മിപ്പിക്കാൻ. എന്നിട്ട് പറയാം, ഫബറഅഹുല്ലാഹു മിമ്മ ഖാലു, അവർ പറഞ്ഞതിൽ നിന്ന് മൂസയെ അവൻ എന്ത് ചെയ്തു? മുക്തനാക്കി, അല്ലെങ്കിൽ സംരക്ഷിച്ചു പോന്നു. വകാന ഇൻദല്ലാഹി വജീഹ, ആ വജീഹ എന്നുള്ള വാക്ക് അടിവരണം. അള്ളാഹിൻ്റെ അരികിൽ നല്ല മഹത്വമുള്ളവനാണ് ആര്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹിൻ്റെ അടുത്ത് നല്ല സ്ഥാനം ഉണ്ടായാൽ മതി, ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ആളുകൾക്കിടയിൽ നമുക്ക് വലിയ വജാഹത്ത് ആര് കൽപ്പിക്കൂല, നമ്മളത്ര അല്ലേ. പക്ഷേ ഈ സത്യസന്ധതയിലും തഖ്വയിലും ഒരാൾ നിലനിൽക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അരികിൽ അവൻ ആരായിരിക്കും? വജീഹായിരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നതുപോലെ നബി ആരൊക്കെ ആക്ഷേപിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അരികിൽ അല്ലേ വലിയ സ്ഥാനവും മഹത്വവും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ്. ഇനി ഇത് പറഞ്ഞിട്ട് ഒരു സംഭവത്തെ അള്ളെടുത്ത് ഉദ്ധരിക്കാൻ നമ്മളോട് ഒരു കൽപ്പന പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ. ഈ ആയത്ത് റസൂലുള്ള പലപ്പോഴും ഖുതുബയുടെ ഇടയിൽ, ഖുതുബ ആരംഭിക്കുന്നതിനിടയിൽ റസൂലുള്ള തഖ്വ കൊണ്ട് ഉപദേശിക്കാൻ ഈ ആയത്തിനെ റസൂലുള്ള പരാമർശിക്കാറുണ്ട് പല സംസാരങ്ങളിലും. ഇത് മനഃപ്പാടമാക്കി വെക്കുന്നത് നല്ലതാണ്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലെ തഖ്വയോടുകൂടി സൂക്ഷിച്ച് ജീവിക്കുക, ഭക്തിയോടുകൂടി ജീവിക്കുക. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യം അനുസരിച്ചാൽ എനിക്കെന്തുണ്ട്? കൂലിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല വിലക്കിയ കാര്യം ഞാൻ ഉപേക്ഷിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചില്ലേ എനിക്ക് ശിക്ഷയുണ്ട്. അപ്പോൾ അള്ളാഹുള്ള പ്രതീക്ഷയും അള്ളാഹുള്ള ഭയവും ഒരുമിച്ച് കൊണ്ടുപോകലാണ് സൂക്ഷ്മത. അങ്ങനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ മാത്രം പോരാ, ഇവിടെ ഒരു കാര്യം ഉപദേശിച്ചു. വഖൂലു, എന്താ കൂലു? കുൽ കൂല കൂലു, നിങ്ങൾ പറയുക. ഖൗലൻ സദീദ, ശരിയായ വാക്ക് പറയുക, നല്ല വർത്താനം പറയാം, നല്ല വാക്ക് സംസാരിക്കുക, അനാവശ്യം സംസാരിക്കരുത്, ബാത്തിലായ വാക്കുകൾ പറയരുത്, നല്ല വാക്ക് പറയാം അല്ലേ. ഇനി ഒന്ന് നല്ല വാക്ക് പറയാൻ കിട്ടണില്ലേ, എന്ത് ചെയ്യണ്ടേ? മുണ്ടാതിരിക്കുക. അല്ലാഹു റസൂൽ അത് പറഞ്ഞു, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവോ ഫല്യഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ. ഔ, അതല്ലെങ്കിൽ ലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരിക്കലാണ് അഭികാമ്യമെന്നാണ്. പറഞ്ഞ വാക്കുകളിൽ ഒരിക്കലും വിലപിക്കുന്നതിനേക്കാൾ നിശബ്ദത പാലിക്കലാണ് ഉത്തമം. നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഖൗലും മഅറൂഫുൻ സദഖ, ധർമ്മമാണ് എന്നുള്ളതിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത്. നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സദഖയാണ് എന്നുള്ള പറഞ്ഞു. ഇവിടെ നബിയുടെ ഉപദേശമാണ്. ഒരു ഖുത്ബ തുടങ്ങുമ്പോൾ നബി ആദ്യം പറയാം, അള്ളാഹിനെ സൂക്ഷിക്കുക, നല്ല വാക്ക്. സദീദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സദീദ്, സദ്ദത എന്ന് പറഞ്ഞാൽ ശരിക്കും വിടവ് നികത്തിനൊക്കെ പറയും സദ്ദത എന്നുള്ളത്. സദ് എന്നറിയില്ല, തടസ്സം എന്നുള്ള അർത്ഥത്തിൽ ഒക്കെ പറയാറുണ്ട്. സദ് മറ്റേ എന്താണ് അണക്കെട്ടുകൾക്കൊക്കെ പറയും ശരിക്കും സദ്, തടഞ്ഞു വെക്കുന്നത്. ഇവിടെ സദീദ് എന്ന് പറഞ്ഞാൽ ശരിയായത് എന്നാണ്. ശരിയായ വാക്ക്, ശരിയായ വാക്കുകൾ, നല്ല വർത്തമാനം പറയുക. അള്ളാഹു നമ്മുടെ വാക്കുകളെയും സംസാരങ്ങളെയും നന്നാക്കി തരുമാറാവട്ടെ. നല്ല വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അനന്തരഫലവും നല്ലതായിരിക്കും. ചീത്ത വാക്കാണോ പറയുന്നത്, അതിന് അനന്തരഫലം ദുരിതമാര്. നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? 2 ഗുണം അല്ലാഹ് ഇനി അടുത്ത ആയത്ത് പറഞ്ഞു, യുസ്ലിഹു ലക്കും അഅമാലക്കും, അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളെ സ്വാലിഹാക്കി തരും. എന്താ സ്വാലിഹാക്കി തരിക? നന്നാക്കി തരില്ല. സ്വാലിഹായ അമൽ ചെയ്യുക, സ്വാലിഹായ കർമ്മം ചെയ്യുക എന്നാ പറയാ. സ്വാലിഹായ അമൽ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സ്വാലിഹായ അമൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നാവ് നന്നാവണമെന്നാണ്. നാവ് നന്നായില്ലെങ്കിൽ എന്താവില്ല, നമ്മുടെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെത്തും. ഷർറുകൾ വരുമെന്നാണ്. ഹൈറുകൾ വരാനുള്ളൊരു കാരണം അയാളുടെ വാക്കുകൾ ശരിയാവലാണ്. നല്ല വാക്ക് പറയുക. പലയിടത്തും അള്ളാഹ് പറഞ്ഞ വാക്കാണ് നല്ല വാക്ക് പറയുക. ഇപ്പോൾ ഈ അനന്തരാവകാശികൾക്ക് സ്വത്ത് വിഭജിച്ചു കൊടുക്കൂലേ, അനന്തര സ്വത്ത് വിഭജിച്ചെടുക്കുന്ന സമയത്ത് എന്താണ്, വഇദാ ഹളറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ ഔ മിസ്കീൻ അല്ലേ. നമ്മുടെ ഈ സ്വത്തുകൾ ഇങ്ങനെ അനന്തരം കൊടുക്കുന്ന സമയത്ത് ആ സദസ്സിലേക്ക് യതീം കുട്ടികളോ മിസ്കീനുകളോ കുടുംബക്കാരോ ആരെങ്കിലും ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഫദ്ഫൗ ഇലൈഹി, നിങ്ങൾ അവരിലേക്ക് വന്ന് ഫർസുഖൂഹും മിൻഹു വഖൂലു ഖൗലൻ മഅറൂഫ. അവിടെ റബ്ബ് പറയാണ് നിങ്ങൾ അവർക്കും കൊടുക്കുക, നല്ല വാക്ക് പറയുക. ചിലപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കണം എന്നില്ല, പക്ഷേ അങ്ങനെ കൊടുക്കുകയും നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള എടുത്ത് പറഞ്ഞു. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ധർമ്മം ചെയ്യുമ്പോൾ നല്ല വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം എന്ന്. ചിലപ്പോൾ ചില ആൾക്കാർ ഞാൻ കൊണ്ടുപോയിക്കോട് എന്ന് പറഞ്ഞേ കാണാം. അല്ലെങ്കിൽ എന്തെങ്കിലും പിരിവേരൊക്കെ വരുമ്പോൾ മനസ്സോടെ അങ്ങനെ കൊടുക്കണേ കാണാം. അങ്ങനെയല്ല, കൊടുക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നല്ല വാക്ക് പറഞ്ഞ് ശീലിച്ചാൽ നമുക്ക് സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹു വേറെ തൗഫീക്ക് ചെയ്യുമെന്നാണ്. വേറെയും കുറേ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ വരും, അത് ഉറപ്പാണ്. അതാണ് യുസ്ലിഹു ലക്കും അഅമാലക്കും, അള്ളാഹു സ്വാലിഹായ അമലുകൾ തരും. അത് മാത്രമാണോ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു വരും. നല്ല വാക്ക് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയ തിന്മകൾ
പൊറുക്കപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നല്ല വാക്കല്ലേ? അൽഹംദുലില്ലാ, നല്ല വാക്കല്ലേ? അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ, ഇതൊക്കെ നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടാനുള്ള വാക്കാണ്. അല്ലാഹ് എന്ന വാക്ക് നല്ല വാക്കല്ലേ? സലാത്ത് അല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല വാക്കല്ലേ? ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ പറഞ്ഞാൽ തിന്മകൾ മുഴുവൻ പൊറുക്കപ്പെടും, കർമ്മങ്ങൾ മുഴുവൻ സ്വാലിഹായിത്തീരും. എന്നിട്ട് റബ്ബ് ആയത്ത് നിർത്തി, വമൻ യുതിഇല്ലാഹ വറസൂല, ഇതൊക്കെ അള്ളാഹിൻ്റെ വാക്കാണ്. അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ, വമൻ യുതിഇല്ലാഹ വറസൂലഹു എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഖുർആന് സുന്നത്ത് അനുസരിച്ച് ആരെങ്കിലും ജീവിച്ചാൽ, ഖുർആനും സുന്നത്താണല്ലോ. അള്ളാഹുവിൻ്റെ അനുസരിക്കുക എന്ന് പറഞ്ഞാലും റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാലും ഖുർആനും സുന്നത്തും വേണം, അല്ലെ? ഹദീസും വേണം, ഖുർആനും വേണം. അങ്ങനെ രണ്ടിനെയും ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവന് മഹത്തായ വമ്പിച്ച വിജയം വിജയിച്ചു എന്നാണ്. ഇഹത്തിലും പരത്തിലും അവൻ ഫൗസാനാണ്. എന്താ ഫൗസാൻ? വിജയശ്രീലാളിതനാൻ, അവൻ മുഫ്ലിഹാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികൾ ഉൾപ്പെടുത്തട്ടെ. അത് ചെറിയ വിജയമല്ല, ഫൗസൻ അലീമ, വമ്പിച്ച വിജയമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിന് ഖുർആനും പ്രവാചക ചര്യയും മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി ഒരിക്കൽ പറയില്ലേ, വിജയിക്കൽ ആരാൻ? പല വഴികേടുകളിൽ ആളുകൾ നടന്ന് സഞ്ചരിക്കും. ആ സമയത്തൊക്കെ മുറുകെ പിടിക്കേണ്ടത് എന്താ? എൻ്റെ കിതാബും അള്ളാഹിൻ്റെ കിതാബും എൻ്റെ സുന്നത്തുമാണ്. വേറെ ഹദീസിൽ പറഞ്ഞാൽ അള്ളു അലൈഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് മുറുക്കി പിടിച്ചോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണത്. അത് വിജയത്തിൻ്റെ ആധാരമാണ്. എല്ലാ വിജയത്തിൻ്റെയും ആധാരമാണ് ഖുർആനും സുന്നത്തും. അള്ളാഹു ജീവിതത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ. ഇനി ഈ ഒരു സൂറത്തിന് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഒരു വമ്പിച്ചൊരു കാര്യം. 3 കാര്യങ്ങളായിരുന്നു ഇന്ന് ഓതിയ ആയത്തിൽ. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? മൂസാ നബിയോ ഉപദ്രവിച്ച ജനതയെപ്പോലെ നിങ്ങളാവരുത് എന്നുള്ള ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, നിങ്ങൾ നല്ല വാക്ക് പറയണമെന്ന ഉപദേശം. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടവും പറഞ്ഞിട്ട് ഇനി മൂന്നാമത്തെ ഒരു സംഭവം റബ്ബ് പറഞ്ഞ് സൂറത്ത് അവസാനിപ്പിക്കുന്നു. ഇന്ന അറളിനൽ അമാന, അമാനത്തിനെ ഞാൻ പ്രദർശിപ്പിച്ചു. അറള എന്ന വാക്കിൻ്റെ അർത്ഥം ഷോ ചെയ്തു, എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതിനറിയാം. നമ്മൾ എക്സിബിഷന് പറയില്ല, മഅറൽ അല്ലെങ്കിൽ മഅരിൽ എന്നൊക്കെ പറയും. ഇവിടെ റബ്ബ് നാം പ്രദർശിപ്പിച്ചു. എന്തിനെ? അൽ അമാനത്ത്. എന്താ അമാനത്ത്? അമാനത്ത് എന്നുള്ളതിൻ്റെ ശരിക്ക് വാക്കർത്ഥം വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്നാണ്. അല്ലെ, ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിനെയാണ് അമാനത്ത് എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്ത് എന്നതിനേക്കാൾ അപ്പുറത്ത് സ്വത്ത് ഏൽപ്പിക്കുന്ന സാധനം ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുക. ചിലപ്പോൾ ചില വാക്കുകളായിരിക്കും വിശ്വസിച്ച് ഏൽപ്പിക്കുക. ആരോടും പറയരുത് ട്ടോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും. ഇനി അതിൽ ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കളാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കരാറാകാം, അല്ലെ വാഗ്ദാനങ്ങളാകാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനത്ത് എന്ന് പറഞ്ഞത് ഒരു തരം വാഗ്ദാനമാണ്. നമ്മളെടുത്ത് നിന്ന് അള്ളാഹ് വാങ്ങിയൊരു അമാനത്തുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നുള്ളത് മനുഷ്യനോട്. സൂറത്ത് അഅറാഫിൻ്റെ 176 ഒരു ആയത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ അമ്മാനി മൗലവിൻ്റെ തഫ്സീറിൽ നിന്ന് എന്ത് ചെയ്യുക, 176 ആയത്ത് സൂറത്ത് അഅറാഫ് വിശദീകരണം എടുത്തു പോയി. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, അഥവാ ആദം സന്തതികളെ അള്ളാഹു പടക്കുന്നതിന് മുമ്പ് ആത്മീയ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളറിയില്ല, ആലമുൽ അർവാഹ്. ആലമുൽ അർവാഹിനെ സംബന്ധിച്ച് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിൽ നിന്നൊരു കരാറ് വാങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കും. അതായത് ഒരു മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞത് എന്താ? അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാന്ന്. എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയല്ല. ഏതൊരാളുടെ മനസ്സിലും ഉള്ളിൽ ഉപരിയിലൊരു ദൈവമുണ്ട്, ഒരു സട്ടാവുണ്ട് എന്ന വിശ്വാസമുണ്ട്. പക്ഷേ പിൽക്കാലത്ത് എന്ത് ചെയ്യാണ്? ഒന്നെങ്കിൽ അവൻ്റെ ജൂതനായ ഉപ്പയുടെ മകനായി പിറക്കുമ്പോൾ കുട്ടിയും എന്താകും? ജൂതനാകും. നസ്രാണിയായ പിതാവിൻ്റെ മകനായി ജനിക്കുമ്പോൾ മകനും നസ്രാണിയാകും എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവരും ജനിക്കുന്നത് ഏത് പ്രകൃതിയിലാണ്? ഫിത്രത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിൽ എന്ന് പറഞ്ഞു. ആ ശുദ്ധ പ്രകൃതിനെ ആലമുൽ അർവാഹിൽ അള്ളാഹു നമ്മുടെ മനസ്സിലിട്ടെന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ സത്യനിഷേധിയായാലും ദൈവനിഷേധിയായാലും ഒരു ദുരിതം വരുമ്പോൾ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്താതെ പോകുന്നില്ല. കാരണം എന്താ? അവിടെ ഒരു ശക്തിയുണ്ട് എന്നുള്ളത് ഉള്ളിലുള്ള നൈസർഗികതയാണ്. അള്ളാഹു നൽകുന്ന മനുഷ്യൻ്റെ പ്രകൃതി അതാണെന്നാണ്. അത് ആത്മീയ ലോകത്ത് വെച്ച് അള്ളാഹു എന്ത് ചെയ്തത്? ആലമുൽ അർവാഹിൽ വെച്ച് മനുഷ്യനിൽ നിന്ന് വാങ്ങി എന്നാണ്. ആദം നബിയുടെ മുതുകിൽ നിന്ന് അവൻ്റെ സന്തതികളെ പുറത്തെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു കരാർ, എന്നെ നിങ്ങൾ ആരാധിക്കില്ലേ? ബലാ, നമ്മൾ മനുഷ്യന്മാർ പറഞ്ഞതാണ് അവിടെ എന്ത്? നമ്മൾ ആരാധിക്കുമെന്ന്. അപ്പം ഈ ഒരു അമാനത്തിന് ഏറ്റെടുത്തത് ആരാണ്? മനുഷ്യൻ. അപ്പോൾ ഇവിടുത്തെ ഈ അമാനത്ത് എന്നുകൊണ്ട് ഉദ്ദേശം, അമാനത്തിൻ്റെ ശരിക്കർത്ഥം വിശ്വസിച്ചേൽപ്പിച്ചത് എന്നാണ്. ഇപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ ഒരു സംഗതി വിശ്വസിച്ചേൽപ്പിച്ചാൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ചതിക്കാൻ പാടില്ല. അമാനത്തുകളിൽ ചതിക്കപ്പെടാൻ പാടില്ല. അമാനത്തുകളെ അതിൻ്റെ വിശ്വാസ്യതയിൽ നിലനിർത്താൻ അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ള പോലും ഭയങ്കര സൂക്ഷ്മതൻ്റെ ആ വിഷയത്തിൽ. ഹിജ്റ പോണ സമയത്ത് നബിനെ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും ഒക്കെ ചില കാര്യങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ നബി ആയതിനു ശേഷം എന്ത് ചെയ്തിരുന്നു? നബിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും, ഏൽപ്പിച്ചു കൊടുക്കും.
ചോദിക്കുമ്പോൾ തിരിച്ചു തരണം എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുഴുവൻ സൂക്ഷിച്ചിരുന്നു അവിടുത്തെ തിരുവീട്ടിൽ. പക്ഷേ ഹിജറ പോവേണ്ടി വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു കൂടെ വരാൻ നിന്നു. റസൂൽ പറഞ്ഞു വരാനായിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു റസൂൽ എന്ത് ചെയ്തു? നബിയുടെ കട്ടിലിൽ കിടത്തിയ ചരിത്രം നമുക്കറിയാം, രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ അലിയെ ഒരു ദൗത്യം കൂടി റസൂൽ ഏൽപ്പിച്ചിരുന്നു. നബി ഇതേപോലെ കുറേ അമാനത്തുകൾ എന്ത് ചെയ്തിരുന്നു? അവിടെ വാങ്ങി വെച്ചിരുന്നു. ഇതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? മദീനയിലേക്ക് വന്നാൽ മതി എന്ന് അലി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തത് ഹദീസുകളിൽ കാണാം. അമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് പല ആൾക്കാർക്കും ഇല്ലാത്തതാണ് അമാനത്ത്. പലതും ഏൽപ്പിച്ചിട്ടുണ്ട്. ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസ്യത എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഐഡൻറ്റിറ്റിയാണ്. അമാനത്ത് ഭയങ്കര ഗൗരവത്തിൽ അള്ളാഹു ഉണർത്തിയതാണ്. ഇവിടെ റബ്ബിനോട് വാങ്ങിയൊരു അമാനത്തുണ്ട്. എന്താണ് അമാനത്ത്? ഞങ്ങൾ ഇതിനനുസരിച്ച് ജീവിക്കും. അഥവാ ഇവിടുത്തെ ഉദ്ദേശം ശരീഅത്തുൽ ഇസ്ലാമാണ്. ഈ അമാനത്തിൻ്റെ ഉദ്ദേശം തഫ്സീറുകൾ മുഴുവൻ കാണാം. അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അള്ളാഹിന് മാത്രമേ ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ള ഈ റിസാലത്തിൻ്റെ ദൗത്യം, ഇതിൻ്റെ പ്രബോധന ദൗത്യം ഏറ്റെടുത്തവൻ ആരാൻ? മനുഷ്യരാണ്. അല സമാവാത്തി, അള്ളാഹു ആദ്യം ഈ അമാനത്തിനെ എവിടെ വെച്ചുകൊടുത്തത്? ഇതിനെ ഏറ്റെടുക്കാൻ അല സമാവാത്തി വൽ ആകാശങ്ങളിലും ഭൂമിയിലും വെച്ചുകൊടുത്തു. വൽ ജിബാൽ, പർവ്വതങ്ങളോടും പറഞ്ഞു ഈ ഒരു അമാനത്തിനെ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന്. അബൈന, പക്ഷെ അവർ അബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസമ്മതിച്ചു എന്നാണ്. അബൈന എന്ന് പറഞ്ഞാൽ അവൾമാർ വിസമ്മതിച്ചു. മുഅന്നസ് ആയിട്ടാണ് അവിടെ പറഞ്ഞത്. അബ, അബയ, അബൗ, അബത്ത്, അബത്ത, അബൈന എന്നാണ് വരിക. അബത്ത്, അബത്ത, അബൈന. അബൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കൂട്ടം വിസമ്മതിച്ചു. ആരാണ് അവർ? ഒരു കൂട്ടം പർവ്വതങ്ങൾ, ഭൂമി, ആകാശങ്ങൾ. ഇത് മുഴുവൻ എന്ത് ചെയ്തു? ഇല്ല, ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാം? അയ്യഹ്മിൽനഹ, അവർക്കതിനെ വഹിക്കാൻ സാധിക്കൂല. ഇത് ഭയങ്കര ബലിഷ്ഠമായൊരു, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ നമ്മുടെ ഷഹാദത്തുണ്ടല്ലോ, അത് ഭയങ്കര ബലിഷ്ഠമായ കാര്യമാണ്, ഗൗരവമേറിയതാണ്, ഘനം കൂടിയ വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് മതി ഒരാൾക്ക് സ്വർഗത്തിൽ എത്താൻ. എല്ലാ അമലില്ല എല്ലാത്തിനെയും അത് കടപുഴകി എറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. മനസ്സറിഞ്ഞൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിനെ ഏറ്റെടുക്കാൻ ആർക്ക് വിസമ്മതം? ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾ. അതൊക്കെ ഭയങ്കര ശക്തല്ലേ, മനുഷ്യരെക്കാളും ഭയങ്കര ശക്തമാണ്. പക്ഷേ അതിന് പറ്റണില്ല. പക്ഷേ അഷ്ഫഖ്ന മിൻഹ, കണ്ട അവർക്ക് അതിനോട് എന്താണ് അഷ്ഫഖ്ന എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവപ്പെട്ടു. പക്ഷേ ഇതിനെടുത്തു ആര്? വഹമലഹ, അതിനെ വഹിച്ചു. ഹമല എന്ന് പറഞ്ഞാൽ ശരിക്ക് മുതുകത്ത് ശിരസ വഹിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ തലയിൽ ശിരസ വഹിക്കുന്നതിനാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ മുതുകത്ത് കൊണ്ടുപോയി വഹിക്കുന്നതിനാണ് ഹമല എന്ന്. ഹമ്മാലത്തൽ ഹത്തബ് പറഞ്ഞില്ലേ അബൂലഹബിൻ്റെ ഉമ്മു ജമീലിനെ പറ്റി അല്ലേ? ഇവിടെ ഹമലഹ, ഇതിനെ വഹിച്ചു ആര്? അൽ ഇൻസാൻ, നമ്മൾ ഏറ്റെടുത്തതാണ്. ഈ അള്ളാഹുവിൻ്റെ തൗഹീദ് ഏകത്വത്തെ സ്വീകരിക്കാനും അതിനെ പ്രബോധനം ചെയ്യാനും മനുഷ്യൻ ഏറ്റെടുത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തോന്നും അപ്പോൾ മറ്റു മലക്കുകൾക്കും ജിന്നുകൾക്കും ഇതിനൊന്നും ബാധകല്ലേന്ന് അല്ലേ, അവർ ഏറ്റെടുത്തില്ലേന്ന്. പക്ഷേ ഇതിനെ മുഫസ്സിറുകൾ മുഴുവൻ ഈ ഒരു ആയത്തിന് വിശദീകരിക്കുമ്പോൾ കാണാൻ കഴിയും ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയെ അള്ളാഹു എടുത്ത് പറയാൻ. മറ്റുള്ള സൃഷ്ടിജാലങ്ങളെ പോലെയല്ല. ബുദ്ധിയും ബുദ്ധിയും ഇവയെ തിരഞ്ഞെടുക്കാനുള്ളതും ഒക്കെ സ്വാതന്ത്ര്യം ആർക്കുണ്ട്? മനുഷ്യൻ കണ്ടു ആദരിച്ചു എന്ന് പറഞ്ഞ ആയത്ത്. അതുപോലെ അത് കറംന ബനി ആദം എന്ന ആയത്ത്. ഇവിടെ ഉദ്ദേശം ഈ ജീവജാലം, ഈ പറയപ്പെട്ട പർവ്വതങ്ങളോ ആകാശങ്ങളോ ഭൂമിയോ പോലെയല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ആരാധനയിലാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ജിന്നുകളെ കാര്യത്തിൽ ജിന്നുകളും ഇബാദത്തിന് വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണെങ്കിലും ഈ തൗഹീദ് എന്ന ദൗത്യത്തെ അള്ളാഹു ഏൽപ്പിച്ചത് ആരെയാണ്? മനുഷ്യരെയാണ് എന്ന് എടുത്തു പറയാനാണ്. പക്ഷെ മനുഷ്യന്മാർക്കൊരവസ്ഥ ഉണ്ട്. അതാണ് ഈ ആയത്ത് പറഞ്ഞത്, ഇന്നഹു കാന ളലൂമൻ ജഹൂല. പക്ഷെ മനുഷ്യൻ അക്രമിയും ജഹൂൽ, ജാഹിൽ എന്ന് പറഞ്ഞില്ല, ജഹൂൽ എന്ന് പറഞ്ഞാൽ വിവരം കെട്ടവൻ എന്നാണ് അർത്ഥം. വിവരമില്ലാത്തവൻ എന്ന അർത്ഥം പറയണമെന്ന് എനിക്ക് ജാഹിൽ എന്ന് പറയാം അല്ലേ. ജുഹാൽ എന്നാണ് അതിൻ്റെ ജമ്മർ. ഇവിടെ ജഹൂൽ എന്ന് പറഞ്ഞാൽ അറിവ് കെട്ടിയിട്ട് അതിനെ കേടുവരുത്തിയവൻ എന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹു ശരിക്കും അള്ളാഹിനെ പറ്റി പറഞ്ഞെന്ന് തന്നെ. അള്ളാഹുവിനെ പറ്റി കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ പ്രപഞ്ചത്തിൽ? എല്ലാ മനുഷ്യരും കേൾക്കുമെന്നാണ്. എല്ലാവർക്കും അതിനുള്ള രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ മനുഷ്യനിൽ ഭൂരിഭാഗം ആളുകളുടെ അവസ്ഥ പറയാം, വലൂം എന്ന് പറഞ്ഞാൽ അക്രമകാരിയും ജഹാലത്ത് എന്ന് പറയുന്നു വിവരം കെട്ടവനുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് എന്തിനാണ് അള്ളാഹ് ഇങ്ങനെ ഒരു അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്? എന്നിട്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്, ലിയുഅദ്ദിബ അല്ലാഹ്, അള്ളാഹു ശിക്ഷിക്കുന്നതിന് വേണ്ടി. അദ്ദബ യുഅദ്ദിബു, അള്ളാഹ് ശിക്ഷിക്കും. പരീക്ഷണമാണ് ഇതൊക്കെ അല്ലേ. ഏറ്റെടുത്തിട്ട് അതിനെ നല്ലപോലെ നിർവഹിക്കാൻ പറ്റുമെന്നുള്ളത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ പരാജിതരായ ആൾക്കാരാണ് ആര്? മുനാഫിഖീൻ. ആര് മുനാഫിഖീൻ? കപട വിശ്വാസികൾ. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ മുനാഫിക്കുകളെ സംബന്ധിച്ച് എന്ത് ചെയ്തു? ഈ സൂറത്തിൽ പരാമർശമുണ്ടായിരുന്നു. ഖന്തഖ് യുദ്ധത്തെ സംബന്ധിച്ച് ഈ സൂറത്തിൽ പരാമർശമുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിൻ്റെ പേരെന്ത്? അൽ അഹ്സാബ്. മുശ്രിക്കീങ്ങളും ജൂതന്മാരും
കപടവിശ്വാസികളും സഖ്യകക്ഷികളായി കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ചരിത്രം പറഞ്ഞത് ഈ സൂറത്തിലാണ്. മുനാഫിക്കുകൾ നബിയെ ഉപദ്രവിച്ചത്, സ്വഹാബത്തിനെ ഉപദ്രവിച്ച കാര്യങ്ങൾ പറഞ്ഞത് ഈ സൂറത്തിലാണ്. ഈ മുനാഫിക്കുകൾ അള്ളാഹു വെറുതെ വിടുവോ? ഇല്ല. പറയാം ഈ സൂറത്ത് നിർത്തിയത് അങ്ങനെ, ലിയുഅദ്ദിബ അല്ലാഹുൽ മുനാഫിഖീൻ, മുനാഫിക്കുകളെ അള്ളാഹു ശിക്ഷിക്കുവാൻ, വൽ മുനാഫിഖാത്ത്, ചില കപട വിശ്വാസിനികളുമുണ്ട്, പെണ്ണുങ്ങളെ കൂട്ടത്തിലും അങ്ങനെയുള്ളവരുണ്ട്. ഇവർ മാത്രമാണ് ഉപദ്രവിച്ചതും ഈ തൗഹീദിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചതും. വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, ബഹുദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസിനികളും ഇവരെ അള്ളാഹു വെറുതെ വിടൂല. യുഅദ്ദിബ അല്ലാഹു അവരെ ശിക്ഷിക്കും. എന്നിട്ട് വയതൂബ അല്ലാഹു അലൽ മുഅ്മിനീൻ, എന്നാൽ മുഅ്മിനീങ്ങളുടെ മേൽ അള്ളാഹു തൗബ സ്വീകരിക്കും. അള്ളാഹു തൗബ യതൂബ അള്ളാഹ് തൗബ ചെയ്യുന്നതാണ് ഉദ്ദേശം. അള്ളാഹു തൗബ ചെയ്യാന്നല്ല, അള്ളാഹു തൗബ സ്വീകരിക്കാന്നാണ്. തൂബ് അല്ലേ, നമ്മളോട് പറയുമ്പോൾ തൂബു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് തൗബ ചെയ്യുക എന്നാണ്. അതാണ് അള്ളാഹിനെ പറ്റി പറയുക, ഗാഫിറു ദംബ് വ ഖാബിലു തൗബ്, പാപം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനും. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അള്ളാഹിൻ്റെ പേര് പറഞ്ഞു തവ്വാബ്. അള്ളാഹു പാപം അല്ല തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ് തവ്വാബിൻ്റെ അർത്ഥം. എന്നാൽ മനുഷ്യരിലേക്ക് ചേർത്ത് പറയുമ്പോൾ ആ തൗബ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കലില്ലേ, വജഅൽനി മിനത് തവ്വാബീന, അല്ലേ, തവ്വാബീങ്ങളിൽ എന്നുള്ളൂ. ആ തവ്വാബീൻ, മനുഷ്യർ തവ്വാബ് എന്ന് പറയുമ്പോൾ തൗബ ചെയ്യുന്നവർ, അള്ളാഹു തവ്വാബ് എന്ന് പറയുമ്പോൾ തൗബ സ്വീകരിക്കുന്നവൻ. അതേപോലെയാണ് ഇവിടെ യതൂബ് അള്ളാഹു തൗബ സ്വീകരിക്കും ആരുടെ, അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ, വൽ മുഅ്മിനാത്ത്, ജീവിതത്തിൽ എന്തൊക്കെ തിന്മകളും അപരാധങ്ങളും കടന്നു വന്നാലും റബ്ബിലേക്ക് പശ്ചാത്തപിച്ചാൽ, അല്ലാഹുമ്മ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറഞ്ഞാൽ അതിനെ അള്ളാഹു എന്ത് ചെയ്യും, സ്വീകരിക്കും. ഖാബിലു തൗബ, അള്ളാഹു നമ്മുടെ തൗബകൾ സ്വീകരിക്കട്ടെ. കാരണം വകാനല്ലാഹു ഗഫൂറർ റഹീമാ, അള്ളാഹു അങ്ങേയറ്റം മഗ്ഫിറത്ത് ചൊരിയുന്നവനും അങ്ങേയറ്റം കരുണാനിധിയുമാകുന്നു, കരുണാവാരിധിയുമാകുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും നമ്മളെ വന്ന് മൂടട്ടെ. ഈ സദസ്സുകളിൽ നമുക്ക് വേണ്ടി ചിറകുകൾ വിരിച്ച് മലക്കുകളുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മൾ അറിയിച്ചവരാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മഗ്ഫിറത്താൻ, നമ്മുടെ പശ്ചാത്താപ സ്വീകരണത്തിന് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളും അതിസുന്ദരമാണ്. അതിൻ്റെ ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വായിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ വലിപ്പവും അതിൻ്റെ വിശാലതയും മനസ്സിലാകുക. അള്ളാഹു മരണം വരെ ഖുർആൻ പഠിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, ഖുർആൻ ഓതുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കും അതിനെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഖുർആൻ അള്ളാഹു നമ്മുടെ ഹൃദയ വസന്തമാക്കി തരുമാറാവട്ടെ. നബിയെ അനുസരിക്കുന്നവരിൽ അള്ളാഹുവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. നബിയെ ഉപദ്രവിക്കുന്നവർക്കെതിരെ പ്രതിരോധിച്ച് നിൽക്കുവാനുള്ള വിവരവും വിവേകവും റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ, ഈ ഒരു ഇസ്ലാം എന്ന ദൗത്യത്തെ നിർവഹിക്കുവാൻ, അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ. നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിവില്ലായ്മകൾ കൊണ്ടുവന്നു പോകുന്ന ചിന്മകളെ വിട്ടുപുറച്ച് മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവേ, നല്ല വാക്ക് പറയാനും ആ നല്ല വാക്കിലൂന്നി ജീവിക്കാനും സൽക്കർമ്മങ്ങളായി ജീവിച്ച് ഭരിക്കാനും അള്ളാഹുവേ തൗഫീക്ക് നൽകണേ. അള്ളാഹു ഈ രാജ്യത്തിന് എല്ലാവിധ സമൃദ്ധി നൽകണേ, എല്ലാവിധ അഭിവൃദ്ധി നൽകണേ. ഇതിൻ്റെ എല്ലാ ഭരണാധികാരികൾക്കും റബ്ബേ നീ നന്മകൾ കൊടുക്കണേ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കണേ. എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാവിധ അസൂയാലുക്കളിൽ നിന്നും അള്ളാഹു നീ കാത്തിരക്ഷിക്കണേ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യവും നൽകണേ റബ്ബേ. ഈ വിശുദ്ധ ഖുർആൻ്റെ വിശുദ്ധിയിൽ ജീവിച്ച് മരിക്കുന്ന സൗഭാഗ്യത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹു, തിരുനബിയുടെ ചര്യകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരിൽ, ഇസ്ലാമിക അടയാളങ്ങളെ ജീവിതത്തിൽ കാണിക്കുന്നവരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك جزاكم الله خيرا والسلام عليكم ورحمة الله.